നടിയെ ബലാത്സംഗം ചെയ്തെന്ന പരാതിയിൽ എം മുകേഷ് MLA-ക്കെതിരെ കുറ്റപത്രം. വാട്സ്ആപ്പ് ചാറ്റും ഇമെയിലും ഡിജിറ്റൽ തെളിവെന്ന് അന്വേഷണ സംഘം. മുകേഷ് MLA ആയി തുടരുമെന്ന് MV ഗോവിന്ദൻ. രാജിയാവശ്യം ശക്തമാക്കി പ്രതിപക്ഷം. ഞാൻ നിരവധി വലിയ പത്രമാധ്യമങ്ങളെ വിളിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇന്ന സംഭവങ്ങളൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന് ഇങ്ങനെ എനിക്കെതിരെ പറഞ്ഞതുകൊണ്ട് എന്ത് കിട്ടി, നിങ്ങൾക്ക് എന്ത് നേട്ടം കിട്ടിയെന്ന് നിങ്ങൾക്ക്, ഞാൻ ചെറിയ കുട്ടിപ്രായം മുതൽ നിങ്ങളുടെ പത്രം ചെറുകയിലെടുത്ത് നടക്കുന്ന ഒരാളാണ്. എന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ട് പലതും ലഭിച്ചോ നിങ്ങൾക്ക് ഞാൻ ചോദിച്ചിട്ടുണ്ട്. തുറന്നു പറഞ്ഞ് കെ സുധാകരൻ നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് ഹൈക്കമാൻഡ് തീരുമാനിക്കും. പുനഃസംഘടന വൈകാതെ പൂർത്തിയാക്കും. VD സതീശനും രമേശ് ചെന്നിത്തലയും മികച്ച പ്രതിപക്ഷ നേതാക്കന്മാർ. KSU പ്രവർത്തകർക്കെതിരെ ആക്രമണം തുടർന്നാൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും KPCC അധ്യക്ഷൻ. News 18 എക്സ്ക്ലൂസീവ്. വിവാദ പ്രസ്താവനയുമായി സുരേഷ് ഗോപി. ഗോത്രവിഭാഗത്തിന്റെ ഉന്നമനത്തിന് ഉന്നത കുലജാതൻ മന്ത്രിയാവണം. ഗോത്രവകുപ്പ് ഭരിക്കാൻ ആഗ്രഹമുണ്ടെന്നും സുരേഷ് ഗോപി. തരം താഴ്ന്ന പ്രസ്താവനയെന്ന് CK ജാനു. മഞ്ചേരിയിൽ നവവധു തൂങ്ങി മരിച്ച സംഭവത്തിൽ ഭർത്താവ് കസ്റ്റഡിയിൽ. ദുരൂഹത ആരോപിച്ച് കുടുംബം. ഇളങ്കൂർ സ്വദേശി വിഷ്ണുജയെ ആത്മഹത്യയിലേക്ക് നയിച്ചത് സൗന്ദര്യമില്ലെന്നും ജോലിയില്ലെന്നുമുള്ള ഭർത്താവിന്റെ കുറ്റപ്പെടുത്തൽ. ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട ദേവേന്ദുവിന്റെ അമ്മ ശ്രീധുവിനെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതിയേർത്തു. നടപടി ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന പരാതിയിൽ കുഞ്ഞിനെ കൊന്ന അമ്മാവൻ ഹരികുമാറിനെ നാളെ കസ്റ്റഡിയിൽ വാങ്ങും. തമിഴ്നാട്ടിലെ മന്ത്രവാദിയും നിരീക്ഷണത്തിൽ. ചോറ്റാനിക്കരയിലെ പെൺകുട്ടിയുടെ മരണം. റിമാൻഡിലുള്ള പ്രതി അനൂപിനായി നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. അനൂപിനെ പെൺകുട്ടിയുടെ വീട്ടിലെത്തിച്ച സുഹൃത്തിനെയും തെരയുന്നു. മാന്നാറിൽ മാതാപിതാക്കളെ ചുട്ടുകൊന്ന മകനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ജനുവരി മാസത്തിൽ കേരളം സാക്ഷിയായത് മനുഷ്യത്വം മരവിച്ച അരും കൊലപാതകങ്ങൾക്കും കൊടും ക്രൂരതകൾക്കും. ഓരോ അതിക്രമത്തിന് പിന്നിലും എന്തെന്ന് അന്വേഷിച്ച News 18. ചോര പുരണ്ട ജനുവരി.